ഹരേ രാമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ദ്വാദശോധ്യായഃ. രഘുഗണ ഉവാച. നമ്മൾ രഘുഗണനും ജഡഭരതനുമായിട്ടുള്ള സംഭാഷണമാണ് ഇത്രയും നേരം നമ്മൾ പഠിച്ചത്, കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പഠിച്ചത്. ഇപ്പോൾ രഘുഗണന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ആ സംശയങ്ങളെ ദൂരീകരിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ഇത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതും പൂർവ്വജന്മസ്മൃതി ഉണ്ടായതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനുള്ള കാരണം എന്താണ് എന്ന് രഘുഗണൻ ചോദിച്ചതിന് മറുപടിയായിട്ട് ഭരതൻ പറയുന്നതും ഒക്കെ ആയിട്ടുള്ള രഘുഗണൻ്റെ സംശയങ്ങളാണ് കൂടുതൽ കേട്ടോ ഇതിനകത്ത് വരുന്നത്. പിന്നെ സംശയങ്ങളുടെ മറുപടിയായിട്ട് പറയുന്നതാണ് ബാക്കിയുള്ള ശ്ലോകങ്ങൾ. രഘുഗണ ഉവാച. നമോ നമഃ കാരണ വിഗ്രഹായ സ്വരൂപ തുച്ഛീകൃത വിഗ്രഹായ നമോ വധൂത ദ്വിജബന്ധുലിംഗ നിഗൂഢ നിത്യാനുഭവായ തുഭ്യം. ഇതൊന്നും പിരിക്കാനൊന്നുമില്ല. കാരണമാകുന്ന ശരീരത്തോടു കൂടിയവൻ, വിഗ്രഹം ശരീരം, വിഗ്രഹത്തോടു കൂടിയവനും സ്വരൂപ തുച്ഛീകൃത വിഗ്രഹായ തൻ്റെ രൂപത്തെ തുച്ഛമാക്കാൻ വളരെ ചെറുതായിട്ട് കാണുന്നവനുമായ, ശരീരത്തെ കാണുന്നവനുമായ തുഭ്യം അങ്ങേക്ക് ആയിക്കൊണ്ട് നമസ്കാരം. അവധൂതനായിട്ട് നടക്കുന്ന, ഒരു ലക്ഷ്യമില്ലാതെ, ഒരിടത്ത് നിൽക്കാതെ, ഒരു പ്രത്യേകതയുമില്ലാതെ, ഒരു സ്ഥലത്തിനോടും ഒട്ടി നിൽക്കാതെ അവധൂതനായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുക. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് യാതൊരു ലക്ഷ്യവുമില്ലാതെ, പ്രത്യേകിച്ച് യാതൊരു ഉദ്ദേശവുമില്ലാതെ സഞ്ചരിക്കുന്നതിനാണ് അവധൂത എന്ന് പറയുന്നത്. ദ്വിജബന്ധു ലിംഗ നിരൂഢ നിത്യാനുഭവായ. ഒരു ബ്രാഹ്മണൻ്റെ എല്ലാ ലക്ഷണങ്ങളും പുറമേ പ്രകാശിപ്പിക്കാത്ത, ബ്രാഹ്മണൻ്റേതായ ലക്ഷണങ്ങൾ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഒരാൾ പുറമേ പ്രകാശിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ഇല്ലാത്ത ആളും അതുപോലെ നിത്യവും അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ അങ്ങേക്കായിക്കൊണ്ട് തുഭ്യം നമ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞു. ആ സംശയങ്ങൾ മുഴുവൻ തീർത്തത് രാജാവ് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് കുറേ സംശയങ്ങളൊക്കെ തീർത്തു. അത് 12-ാം അധ്യായത്തിൽ ആ സംശയങ്ങൾ മുഴുവൻ തീർത്തതിനെ 12-ാം അധ്യായത്തിൽ വിശദീകരിച്ച് പറയുന്നതാണ്. ലോക സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈശ്വരൻ തൻ്റെ സ്വരൂപത്തെ ധരിച്ചിരിക്കുന്നതാണ് അങ്ങെന്ന് ഈ രഘുഗണൻ അങ്ങ് പറയുകയാണ്. ഭഗവാൻ തന്നെയാണ് അങ്ങ് എന്ന് പറഞ്ഞ് തുടങ്ങുക. അങ്ങേക്ക് അതുകൊണ്ടാണ് നമസ്കാരം എന്നൊക്കെ വളരെ അലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവധൂത അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ജഡഭരതനെ രഘുഗണൻ സാക്ഷാൽ ഈശ്വരനായിട്ട് കണ്ടു. ജ്വരമയാർത്തസ്യ യഥാഗതം സ നിദാഘദഗ്ധസ്യ യഥാ ഹിമാംഭഃ കുദേഹമാനാഹി വിദഷ്ടദൃഷ്ടേർബ്രഹ്മന്വചസ്തേ മൃതമൗഷധം മേ. ജ്വരാമയാർത്തസ്യ, ജ്വരം എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ, അതുകൊണ്ട് ദുഃഖിക്കുന്നവന് യഥാസത് അഗതം, രുചിയുള്ള ഔഷധം ഏത് വിധമോ നിദാഘദഗ്ധസ്യ, അതുപോലെ ഉഷ്ണം ഉണ്ടാകും, ചൂടുണ്ടാകുമ്പോൾ തപിക്കുന്നവന് ഹിമ അംഭ യഥാ ശീതജലം, അംഭ വസതി ജലം, ശീതമായ തണുത്ത ജലം ഏത് വിധമാണോ, നമ്മൾ വളരെ ചൂടെടുത്തിരിക്കുന്നവന് തണുത്ത വെള്ളം കിട്ടുന്ന എപ്പോഴാണോ, അതുപോലെ വളരെയധികം അസുഖത്താൽ ബാധിച്ചിരിക്കുന്നവന് നല്ല മധുരമുള്ള അല്ലെങ്കിൽ ഗുണമുള്ള ഔഷധം കിട്ടുന്നത് എന്ന് വെച്ചാൽ മതി. അത് ഔഷധം കിട്ടുന്നത് വലിയൊരു നമുക്കൊരു പിടിവള്ളിയാണ് എന്ന് പറഞ്ഞ പോലെ, അതുപോലെ ദാഹിക്കുന്നവന് തണുത്ത വെള്ളം കിട്ടുന്നത് പോലെ ഏത് വിധമാണോ കുദേഹമാനാഹി വിദഷ്ട ദൃഷ്ടേ, ഈ ദേഹാഭിമാനം എന്ന സർപ്പത്താൽ നശിപ്പിക്കപ്പെട്ട ബോധത്തോടു കൂടിയ എനിക്ക് അങ്ങ് പറഞ്ഞ ബ്രഹ്മജ്ഞ, എല്ലാം അറിയാവുന്നവനെ, അങ്ങയുടെ ഈ വാക്ക് തേ വച അമൃതം ഔഷധം, അമൃത സദൃശമായ ഔഷധമാണ്. എനിക്കിതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. എന്നെ അത് മനസ്സിലാക്കി തന്ന അങ്ങേക്ക്
അങ്ങയുടെ ആ വാക്കുകൾ വാക്കുകൾ അമൃതമാണ് എനിക്ക്. തസ്മാത് ഭവന്തം മമ സംശയാർത്ഥം പ്രക്ഷ്യാമി പശ്ചാത് അധുനാ സുബോധം അധ്യാത്മയോഗഗ്രഥിതം തവോക്തം. പിന്നെ മാവെട്ടിയിട്ട് ആഖ്യാഹി കൗതൂഹല ചേതസോമേ. തസ്മാത് അത് കാരണം മമ സംശയാർത്ഥം എൻ്റെ സംശയങ്ങൾ ഉണ്ടായിരുന്ന ആ സംശയമുണ്ടായിരുന്നതിനെ പശ്ചാത്ത് അനന്തരം ഭവന്തം പ്രപക്ഷ്യാമി അങ്ങയോട് ഞാൻ ഇനിയും വേണമെങ്കിൽ ചോദിച്ചോളാം. അങ്ങയ്ക്കെല്ലാം അറിയാമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഇനിയുള്ള സംശയങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചോളാം. അധുന ഇപ്പോൾ അധ്യാത്മയോഗഗ്രഥിതം അധ്യാത്മയോഗത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന തവ ഉക്തം അങ്ങയുടെ ഉക്തം വാക്കുകളെ വചനത്തെ കൗതൂഹല ചേതസ കൗതുകം വർദ്ധിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയ എന്നോട് നന്നായി അറിയുവാൻ തക്ക വിധം ആഖ്യാഹി. നന്നായി പറഞ്ഞു തന്നാലും എനിക്കിത് പോരാ. പറഞ്ഞത് മഹാദേവൻ ഉമാദേവിക്ക് പറഞ്ഞു കൊടുത്തതുപോലെ ഉമാദേവി പറഞ്ഞു, സംക്ഷേപിച്ച് രാമായണം പറഞ്ഞത് എനിക്ക് പോരാ, ഭഗവാന്റെ കഥകൾ എനിക്ക് വിസ്തരിച്ച് കേൾക്കണമെന്ന് ദേവി പറഞ്ഞു. ഉമാദേവി പറഞ്ഞതിന് മറുപടിയായിട്ട് മഹാദേവൻ പറയുന്നതാണല്ലോ രാമായണം, അതാണല്ലോ കിളിയെ കൊണ്ട് പാടിച്ച് എഴുത്തച്ഛൻ വായിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞ പോലെ എനിക്കതൊന്നുകൂടെ വൃത്തിയായിട്ടൊന്നുകൂടെ കേട്ടാൽ കൊള്ളാം. ശരിക്കും അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു. ആചാര്യന്മാർ ഈ 17 അധ്യായം കൊണ്ട് അത് വളരെ വിസ്തരിച്ച് തന്നെ പറയാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് സംശയം ഉണ്ടെങ്കിൽ ഇനിയും ചോദിച്ചോളാം, എനിക്കതൊന്നുകൂടെ കേട്ടാൽ കൊള്ളാവുന്നുണ്ടെന്ന്. എന്ത് സംശയം ഉണ്ടെങ്കിലും എല്ലാം അറിയുന്ന അങ്ങയോട് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാക്കാം എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അങ്ങയുടെ വാക്കിലടങ്ങിയ ആ കാര്യങ്ങളെ എനിക്ക് നന്നായി അറിയുവാൻ തക്ക വിധം ഒന്നുകൂടെ വിവരിച്ച് പറയണം. ആ ആത്മതത്വം അടങ്ങിയിരിക്കുന്ന ആ വാക്കുകളെ അങ്ങനെയാണ്. അതുകൊണ്ട് നന്നായി അറിയാനുള്ള ആഗ്രഹം എനിക്ക് ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരണം. 4 യഥാഹ യോഗേശ്വര ദൃശ്യമാനം ക്രിയാഫലം സത് വ്യവഹാരമൂലം നഹി അഞ്ജസ തത്വവിമർശനായ ഭവാനമുഷ്മിൻ ഭ്രമതേ മനോ മേ. അല്ലയോ യോഗേശ്വര, പ്രഭോ എന്നൊക്കെ വിളിക്കുന്ന ക്രിയാഫലം, ക്രിയ എന്ന് വെച്ചാൽ കർമ്മങ്ങളുടെ ഫലം, സത് വ്യവഹാരം മൂലം സത്തായ ഈ വ്യവഹാരത്തിന് കാരണമായിട്ട് ദൃശ്യമാനം കാണപ്പെടുന്നു. അഞ്ജസ സത്യത്തിൽ തത്വവിമർശനായ തത്വങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നഹി യോഗ്യമല്ല എന്ന് ഭവാൻ യത് ആഹ അങ്ങ് പറഞ്ഞത് യാതൊന്നോ മുഷ്മിൻ മേ മന എൻ്റെ മനസ്സിൽ ഭ്രമിക്കുന്നു. അങ്ങ് പറഞ്ഞല്ലോ ക്രിയകളും ഫലങ്ങളും പ്രത്യക്ഷത്തിൽ പെടുന്നതിനാൽ ഇത് സത്യമാണ്, ഈ വ്യവഹാരം കാണുന്ന ആണെന്ന് ഇരിക്കെ അത് പരമാർത്ഥമല്ലെന്ന് അങ്ങ് പറയുന്നുണ്ട്. അതിൻ്റെ സാരം എനിക്ക് മനസ്സിലായി. നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. നമ്മളിത് ഞാൻ ഇന്നാൾ പറഞ്ഞു, ഇതൊക്കെ പറയുന്നതേ ഉള്ളൂ. നമുക്കത് വാക്കുകളിൽ കൂടി ഇങ്ങനെ പറഞ്ഞു പോകാം. സത്യത്തിൽ ഈ വ്യവഹാരമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങ് എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? കൊണ്ട് എൻ്റെ മനസ്സ് ഭ്രമിക്കുന്നു. അതാണോ ശരി, ഇതാണോ ശരി എന്ന് ഉള്ളൊരു തോന്നൽ ഉണ്ടാകുന്നു. ബ്രാഹ്മണ ഉവാച. അപ്പം ജഡഭരതന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ബാക്കി 5-ാമത്തെ ശ്ലോകം തൊട്ടുള്ള ഭാഗം മുഴുവനും തന്നെ ഇതിനകത്ത് 16 ശ്ലോകങ്ങളേ ഉള്ളെന്നാണ് എൻ്റെ 16 ശ്ലോകങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് മുഴുവൻ ജഡഭരതൻ പറയുന്നതായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അയം ജനോ നാമ ചലൻ പൃഥിവ്യാം പാർത്ഥിവ കസ്യ ഹേതോഹോ തസ്യാപി ചാഘ്ര്യോരാധി കുൽഭ ജംഘാജാനൂരുമധ്യോര ശിരോധരാംസാഹ. അതിനകത്ത് ചെറിയൊരു വാക്കുകളൊക്കെ ഒന്ന് പിരിക്കാനുണ്ട്. അയം ജനോ നാമ ചലൻ പൃഥിവ്യാം പാർത്ഥിവ കസ്യ ഹേതോ, അതവിടെ എങ്ങനെ തന്നെ കുഴപ്പമില്ല. തസ്യാപി ചാഘ്ര്യോരാധി എന്നാണ് ആ വാക്കുകൾ. ചാഘ്ര്യോരാധി ഓരോ ഭാഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് ഇന്നതായിട്ടാണ് പറയുന്നത്. അഘ്ര്യോരാധി ഗുൽഭ ജംഘ ജാനു ഊരു മധ്യോ ഉര ശിരോധരാംസ. കണ്ടോ, എല്ലാ വാക്കുകളും വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനും അഘ്ര്യോ അധി
അംഘ്രിയോ അധി, ച അംഘ്രിയോ അധി, അതാണ് പാദങ്ങളുടെ ഉപരിപരിയായിട്ട് ഗുൽഭം, ഞെരിയാണി, ജംഘ കണങ്കാല്, ഗുൽഭം എന്ന് പറഞ്ഞാൽ ഞെരിയാണി, ജംഘ കണങ്കാല്, ജാനു മുട്ടുകാല്, ഊരു തുടകൾ, മധ്യം ഇടുപ്പ്, ഉര മാറിടം, ശിരോധര കഴുത്ത്, അംസ തോള്. അതൊക്കെ നമുക്കറിയാൻ മേലാത്ത വാക്കുകളാണ്. അംസ എന്നൊക്കെ എന്നുള്ളത്. ശിരോധര എന്ന് പറഞ്ഞാൽ നമുക്ക് ശിരസിനെ ധരിക്കുന്നത് കഴുത്തല്ലേ, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാം വിഗ്രഹിച്ച് നമ്മൾ പറഞ്ഞു നോക്കിയാലേ കിട്ടുകയുള്ളൂ. തോള് എന്നീ അവയവങ്ങൾ എന്നാണ്. ആ വ്യവഹാരം പ്രത്യക്ഷമായിട്ട് കാണുന്നുവെങ്കിലും അത് പരമാർത്ഥമല്ലെന്ന് ബോധിപ്പിക്കുവാൻ നമ്മുടെ ശരീരത്തിൻ്റെ അസത്യതയെ ഇത് മുതൽ 6 പദ്യം കൊണ്ട് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. അല്ലയോ രാജൻ, ഭൂമിയുടെ ഒരു വിധത്തിലുള്ള രൂപമാറ്റമാണ് നമ്മുടെ ഈ ശരീരം. ഭൂമിയുടെ മൊത്തമുള്ളൊരു രൂപമാറ്റം നമ്മളുടെ ഈ ശരീരത്തിലോട്ട് കൊണ്ടുവരിക. അതിനെ നമ്മൾ സങ്കല്പിക്കുക. അത് ഭൂമിയിൽ അങ്ങുമിങ്ങും ചലിക്കുന്നതിന് എന്തോ ഒരു കാരണം നേരിട്ടിരിക്കുന്നു. അങ്ങനെ ചലിക്കുന്ന ഈ വികാരത്തെ ഭാരം വഹിച്ച് മറ്റ് സഞ്ചരിക്കുന്ന ജനമെന്ന് പറയുന്നു. അയം ജനോ നാമ ചലൻ പൃഥിവ്യാം പാർത്ഥിവകസ്യ ഹേതോ സ്വസ്യാപി ചാംഘ്രിയോരധി ഗുൽഭജംഘാജാനൂരുമധ്യോര ശിരോധരാം സഹ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പൃഥ്വി ഭാരം വഹിച്ചുകൊണ്ടും അത് ജനം സഞ്ചരിക്കുന്നുണ്ട്. അതൊക്കെ ശരീരത്തിനെയും ഭൂമിയും കൂടെ ഒന്ന് സിംബോളിക്കായിട്ട് പറഞ്ഞിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഭൂമി ഒരു കല്ല് പോലെയുള്ള ഒരു കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ജഡവസ്തുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിനെ മുഴുവനായിട്ടൊരു ജഡവസ്തുവായിട്ടും, പിന്നെ അതുപോലെ അതിനകത്ത് ഉള്ള കല്ല്, അതിൻ്റെ ജഡവസ്തുക്കളുടെ മീതെ എന്ത് വെച്ചാലും അത് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ജഡവസ്തു ഒന്നും തിരിച്ച് പ്രതികരിക്കാൻ പറ്റുന്നതല്ലോ ഒരു ജഡവസ്തുവിനും. ജീവനുള്ള ചേതനയുള്ള സാധനത്തിൻ്റെ പുറത്ത് വെച്ചാൽ അത് പ്രതികരിക്കും. പക്ഷേ ഇതതും ഇല്ലല്ലോ. അങ്ങനെ ശരീരത്തെ വിഭജിക്കുമ്പോൾ പാദങ്ങൾ അങ്ങയുടെ മേലായിട്ട് കുതികാലുകൾ, മുട്ടുകൾ, തുടകൾ, മധ്യ, അതെല്ലാം അവയവങ്ങളല്ലാതെ യാതൊന്നിനെയും കാണുന്നില്ല. എല്ലാ അവയവങ്ങളല്ലാതെ ശരീരം ധരിച്ചിരിക്കുന്ന ആൾ വേറെ അതിനെ അവയവങ്ങളായിട്ടാണ് കാണുന്നത്. കൈയായിട്ടാണ്. കൈ ഞാനായിട്ടല്ല കാണുന്നത് അല്ലേ. കൈ എന്ന് പറയും, എൻ്റെ കൈ എന്ന് പറയും. അതാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. അത് ചലിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മസ്തിഷ്കം എന്ന് പറയൂല്ലേ. നമ്മളിപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് പ്രവർത്തിച്ച് കൈ അനക്കാൻ പറഞ്ഞാൽ അനക്കും. തലച്ചോറിന് ക്ഷതം സംഭവിച്ചാൽ ഈ സാധനങ്ങളൊന്നും അനങ്ങുകയില്ല. ശരീരത്തിൻ്റെ ശാസ്ത്രം പറയുന്നത്. അപ്പോൾ തലയ്ക്കകത്താണ് നമ്മുടെ ചലനശേഷി ഇരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഭഗവാനാണ്, ഈശ്വരനാണ് നമ്മളെ ആ ചലനശേഷി തലയ്ക്കകത്ത് എന്തിരിക്കുന്നു, അവിടെ വല്ലതും പ്രത്യേകിച്ച് ഇരിപ്പുണ്ടോ? നെർവസ് സിസ്റ്റം എന്ന് പറയും. പക്ഷേ നെർവസ് സിസ്റ്റമാണ് ഭഗവാൻ എന്ന് പറയാം ഇവരുടെ ഈ വിശകലനം നടത്തുമ്പോൾ ആണെങ്കിൽ. പക്ഷെ ചിന്ത വരുന്നത് മനസ്സിൽ, ആഗ്രഹം തോന്നുന്നത് നമ്മൾ മനസ്സിലാണെന്ന് പറയും അല്ലേ. അപ്പം ഇതിന് തന്നെ നമ്മുടെ ഈ ചിന്താവികാരം, അങ്ങനത്തെ വികാരങ്ങൾക്ക് തന്നെ 3-4 ഭേദങ്ങളുണ്ട്. അന്ധകരണം, ബുദ്ധി, മനസ്സ്, അങ്ങനെ 4 എണ്ണമായിട്ടാണ് പറയുന്നത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പിന്നെ വേറെ ഒരെണ്ണം കൂടി മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത്. ഒരു കാര്യം കൂടെ പറഞ്ഞു, അന്ധകരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് 4 പറഞ്ഞാൽ ശരിക്കും പഞ്ചഭൂതങ്ങളുടേത് പറയുന്ന 5 എണ്ണം പറയുന്ന പോലെ തന്നെ ഒരു കാര്യമാണ് ഈ 4 രീതികൾ. അത് നമ്മുടെ ബുദ്ധിയിലാണ് ഉദിക്കണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന എപ്പോഴാണ്? കണ്ണുകൊണ്ട് കാണുന്നത് മനസ്സാണ് ആഗ്രഹിക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്നത്, കണ്ണൊരു ജ്ഞാനേന്ദ്രിയമാണ്. ആ ജ്ഞാനേന്ദ്രിയം കൊണ്ട് ആഗ്രഹിക്കുന്നത് മനസ്സാണ്. അത് കണ്ടിട്ട് ഇഷ്ടമാണെന്ന് തോന്നുന്നത്. ചെവിയിൽ കൂടെ കേട്ടൊരു പാട്ടിന് ഇഷ്ടമാകുന്നതോ മനസ്സിനാണ് ഇഷ്ടമാകുന്നത്. കേൾവി വന്നു കഴിഞ്ഞപ്പോൾ അത് മനസ്സിനോട് ഇഷ്ടം തോന്നി. അപ്പോൾ അത് കേൾക്കാനുള്ള പ്രേരണ വീണ്ടും ഉണ്ടാകുന്നതും മനസ്സിനാണ്. അപ്പോൾ അത് കേൾക്കുന്നത് വീണ്ടും കർമ്മേന്ദ്രിയമായ ജ്ഞാനേന്ദ്രിയമായ ചെവിയാണ്. കൈകൊണ്ട് ചെയ്യുന്നത്, ഇന്ന പ്രവൃത്തി ചെയ്യുന്നതും ഓരോ പ്രവൃത്തി ചെയ്യുന്ന കൈകൊണ്ടല്ലേ. അപ്പോൾ അത് എല്ലാ കർമ്മേന്ദ്രിയങ്ങളാണ്.
അപ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനവും മനസ്സും തമ്മിലൊരു ബന്ധമുണ്ട്. ആ മനസ്സ് എന്ന് പറയുന്നത് ഇവിടെ അവർ ഈ ആചാര്യന്മാർ ഭഗവാനായിട്ട് പറയുന്നു, ആത്മാ ഭഗവാൻ. അപ്പോൾ അത് ഈശ്വരേച്ഛയാൽ ചലിക്കുന്നു. അന്ന് മാത്രമേ ശരീരങ്ങൾക്ക് ഈ ജഡവസ്തുവിനും തമ്മിലൊരു വ്യത്യാസമുള്ളൂ. ഇത്ര മാത്രമുള്ള ഭേദം നിമിത്തം ഭാരം വഹിക്കുന്ന ശരീരത്തിന് ശ്രമാദികളുണ്ടെന്ന് കരുതുന്ന വിചാരശക്തിയല്ല, വിചാരം കൊണ്ടുണ്ടാകുന്ന ശക്തിയല്ല. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരമെന്ന്. കാരണം അദ്ദേഹമല്ലേ ഭാരം വഹിക്കുന്നത്. ഞാൻ ഭാരം വഹിക്കുന്നു, എൻ്റെ തലയിലാണ് ഭാരം വഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല, പിന്നെ അവിടെ പ്രശ്നമേ ഇല്ലല്ലോ. അതാണ് അദ്ദേഹം വിശദീകരിക്കണം. രഘുഗണം ചോദിച്ചപ്പം രഘുഗണനോട് ഈ ബ്രാഹ്മണൻ ആയ നമ്മുടെ ജഡഭരതൻ പറയുക, അംസേധിദാർവീ ശിബിക ചയസ്യാം സൗവീരരാജേത്യാപദേശാസ്തേ യസ്മിൻ ഭവാൻ രൂഢനിജാഭിമാനോ രാജാംസി സിന്ധുഷു ഇതി ദുർമദാന്ധഃ. അംസേ നമ്മൾ മുമ്പേ പറഞ്ഞ ആ വാക്ക്, അംസം ആ വാക്ക് പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ. തോള്, അതിൻ്റെ മുകളിൽ ദാർവി ശിപിക, ദാർവി എന്ന് പറഞ്ഞത് ദാരു എന്ന എന്തൊരു പറയുമല്ലോ, ധാതുവിൽ നിന്ന്. ദാരു എന്ന ഇതിനകത്തു നിന്ന് ആ ഭാഗം വന്നത് ദാരു എന്ന വാക്കിൽ നിന്നാണ്. ദാർവി ശിപിക, മരം കൊണ്ടുള്ള, തടി കൊണ്ടുള്ള പല്ലക്ക്. ദാർവി, ദാരു, ആ ദാരു എന്നുള്ള ധാതുവിൽ നിന്നാണ് ദാർവി എന്നുള്ള വാക്കുണ്ടായത്. അത് സംസ്കൃതത്തിൽ എല്ലാം അങ്ങനെയാണ് കേട്ടോ. ഒരു വാക്കിന് അർത്ഥം ഉണ്ടാക്കുന്നത് ഒരു അർത്ഥം അതിനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് പിന്നെ പല വാക്കുകളും ഉത്ഭവിച്ച് വരുന്നതിനാണ് ധാതു എന്ന് പറയുന്നത് ആദ്യത്തെ. അപ്പോൾ ആ ദാരുവിൽ നിന്നുണ്ടായത് ദാർവി, അത് മരം. ആ ദാർവി ശിപിക, മരം കൊണ്ടുള്ള പല്ലക്ക്. യസ്യാം, അതിൽ സൗവീരരാജ ഇതി അപദേശ, ഞാൻ സൗവീര രാജാവ് എന്നു പേരുള്ള അങ്ങ് ആസ്തേ, അങ്ങയുണ്ട്. യസ്മിൻ, അതിൽ യാതൊന്നിൽ രൂഢനിജ അഭിമാനം, അതിൽ ഉറച്ചിരിക്കുന്ന ആ അഹം എന്ന ഭാവത്തോടു കൂടിയ അങ്ങ് സിന്ധുദേശങ്ങളിൽ രാജാസ്മി, രാജാവാകുന്നു. ദുർമദാന്ധ, ദുഷിച്ച മതത്താൽ വിവേകഹീനനായിരിക്കുന്നു. അങ്ങ് രാജാവാണെന്നുള്ളത് എന്താണ്? അങ്ങ് ശരിക്കും ദുർമദാന്ധയാണ്. മതം കൊണ്ട് ദുർമദാന്ധ എന്ന് വെച്ചാൽ അഴുക്കായിട്ടുള്ള ചീത്തയായിട്ടുള്ള അർത്ഥത്തിൽ നെഗറ്റീവായിട്ട് തന്നെ പറയുന്നത്. ദുഷിച്ച മതത്താൽ അങ്ങ് അഹങ്കാരിയായി തീർന്നിരിക്കുന്നു, ഞാൻ എന്നുള്ള ആ വിവേകഹീനനായി തീർന്നിരിക്കുന്നു മതത്താൽ. പിന്നെ വിശോച്യ, അങ്ങേരോട് പറഞ്ഞു കൊടുക്കല്ലേ, അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞപ്പോഴാണ് പറയുന്നത്, അങ്ങ് ഈ ശരീരമാണ്, ഞാൻ രാജാവാണ്, ഇത് ഞാൻ ഇവിടുത്തെ ഈ ഭാഗത്തെയൊക്കെ അതാണെന്നുള്ളത് ഈ പല്ലക്കിലിരുന്നുകൊണ്ട് അങ്ങ് വിചാരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നതെന്ന്. ശോചാനിമാംസ്ത്വമധികഷ്ടദീനാൻ ശോച്യാനിമാൻ എന്ന് വായിക്കണേ. ശോച്യാൻ എന്ന് വെച്ചാൽ ദുഃഖിച്ചിരിക്കുന്ന, ദയയ്ക്ക് പാത്രമായിട്ടിരിക്കുന്നവൻ എന്ന് വെച്ചാൽ ആകെപ്പാടെ ദയ അർഹിക്കുന്നവൻ. ഇമാൻ, ഇവരെ. ശോച്യാനിമാൻ ത്വം അധികഷ്ടദീനാൻ, അത് ഒരുപാട് ബുദ്ധിമുട്ടി തളർന്നവന്, ദീനനായവൻ. വിഷ്ട്യാ നിഗൃണ്ണൻ നിരനുഗ്രഹോസി. വിഷ്ട്യ എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം പറയുന്നത് ബലാത്കാരേണ എന്നാണ് പറഞ്ഞത്. ഗൃണൻ, പിടിച്ചിരിക്കുന്ന നീ, ബലാത്കാരേണാണ് വിഷ്ട്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങ് ഗൃണ്ണൻ, നിഗൃണ്ണൻ, പിടിച്ചിരിക്കുന്ന നിരനുഗ്രഹ അസി, അനുഗ്രഹ ബുദ്ധി ഇല്ലാത്തവനാകുന്നു. ജനത്തിൻ്റെ രക്ഷകൻ
എന്ന് വിഗദ്ധമാന പൊങ്ങച്ചൻ പറയുന്നു. വിഗദ്ധമാന പെരുമ ഞാൻ വലിയ ആളാണെന്ന് നീ പൊങ്ങച്ചൻ പറയുന്ന പോലെ പറയുകയും ചെയ്യുന്നു. വഞ്ചകനുമായ ദൃഷ്ട എന്ന് പറഞ്ഞാൽ വഞ്ചകൻ. നീ വൃദ്ധസഭാസു ഈ വലിയ ജനസദസ്സിൽ ശോഭിക്കുന്നില്ല. നീ ഒരു ചെറിയ സാധാരണ ഒരു ആളാണ്. വലിയ ഈ ഭൂമിയിലുള്ള ആൾക്കാരെ മൊത്തം എടുത്ത് നോക്കുക, നീ ആരാ? ഇവിടെ ചെറിയൊരു സ്ഥലത്തെ ഒരു ആളായിട്ടേ തോന്നുന്നുള്ളൂ. അത് വളരെ പ്രവൃത്തി കൊണ്ട് തളർന്നു നിൽക്കുന്നവനും ദയാർഹനുമായ ഇവരെ ബലാത്കാരേണ പിടിച്ച് ഈ പല്ലക്കെടുക്കുന്നവരെ പണി എടുപ്പിക്കുന്ന അങ്ങയ്ക്ക് ഇവരെ കുറിച്ച് അനുഗ്രഹ ബുദ്ധി ഇല്ലാതിരിക്കും, ഇവരെ കുറിച്ച് അങ്ങ് ചിന്തിക്കുന്നില്ലാതിരിക്കുന്നത് കൊണ്ട് ജനങ്ങളെ പരിപാലിക്കുന്നവൻ ഞാനെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ആത്മവഞ്ചകനല്ലേ അങ്ങ് ഈ പല്ലക്കിന് മുകളിൽ കയറിയിരിക്കുന്നിട്ട് തൻ്റെ പ്രജകളെ കൊണ്ട് ഈ പല്ലക്കെടുപ്പിക്കുക. അവർ തന്നെ അല്ലെങ്കിൽ തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടി അവർ കഷ്ടപ്പെട്ടിരിക്കുന്ന ദയാർഹരാണ്. അവരെ കൊണ്ട് അങ്ങ് ഇതെടുപ്പിക്കുന്നോ? താൻ ശരീരമാണെന്നും താൻ ഇത്രയും വലിയ ആളാണെന്നും ഒക്കെ ഞാനെന്ന് പറയുന്ന രാജാവാണെന്നുള്ള അഹങ്കാരം കൊണ്ടല്ലേ. അതാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞില്ലേ എന്നെ? ഞാൻ ഇങ്ങനെയാണ് ഇത്ര ആളായി ഞാൻ ഇങ്ങനെ ഒരു അഹങ്കാരം പറയുന്നുണ്ടെന്ന് അങ്ങ് വ്യവഹാരത്തിൽ അങ്ങനെയാണെന്ന് പറയുന്നത് എന്താണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുമ്പോൾ അങ്ങയുടെ കഥ തന്നെ ആണ് ജഡഭരതൻ പറഞ്ഞു കൊടുക്കുന്നത്. രഘുഗണൻ എങ്ങനെയാണോ അങ്ങേരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ അഹങ്കാരം. ഞാനെന്ന ഭാവം എൻ്റെ തൊഴിലാളികളായിട്ട് അവരെ കണ്ട് ഇത്രയും പ്രജകളെ കണ്ടിട്ട് ഞാൻ അവരെ രക്ഷിക്കുന്നവനാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നാണ് ജഡഭരതൻ ചോദിക്കുന്നത്. ശരിയല്ലേ? യഥാക്ഷിതാവേവ ചരാചരസ്യ വിധാമനിഷ്ഠാം പ്രഭവം ച നിത്യം തന്നാമതോന്യത് വ്യവഹാരമൂലം നിരൂപ്യതാം സത്ക്രിയയാ അനുമേയം. ക്രിയയാ അനുമേയം എന്നാണ് വാക്ക്. യഥാക്ഷിതൗ ഏവയാണ് ക്ഷിതാവേവയായത്. ചരാചരസ്യ എല്ലാ ചരാചരത്തിനും ചരം എന്ന് പറഞ്ഞാൽ ചരിക്കുന്നതും അചരത്തിൻ്റെയും പ്രഭവം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി, തുടക്കം, നിഷ്ഠാം നാശത്തെയും നിത്യം നിയമേന എല്ലാ നേരവും ക്ഷിതൗവേവ ഭൂമിയിൽ തന്നെ യഥാവിധാമ അറിയും മനസ്സിലാക്കുമ്പോൾ തന്നാമത അതിൻ്റെ നാമത്തിൽ നിന്ന് അന്യത വ്യവഹാരം അന്യതായത് വ്യവഹാര കാരണം സത്ക്രിയയ അർത്ഥത്താലും പ്രവൃത്തിയാലും അനുമാനം ചെയ്യത്തക്കതായിട്ട് എന്ന് കരുതുക, മനസ്സിലാക്കുക. അതായത് കാലടിക്ക് മീതെയുള്ള കണങ്കാലുകൾ, തുടകൾ, ചിരസ്സു വരെയുള്ള അവയവങ്ങൾ ഭാരമാണെന്ന് പറയാറില്ലല്ലോ. കാലടി, നമ്മുടെ കാലിൻ്റെ അടി, പാദം എപ്പോഴും നമുക്ക് ഞാൻ എൻ്റെ പുറത്താണ് നിങ്ങൾ ചവിട്ടി നിൽക്കുന്നത്. നിങ്ങൾ നിൽക്കുന്നത് എൻ്റെ പാദത്തല്ലേ. ഈ പാദം ഒരിക്കലും പരാതി പറയുന്നില്ലല്ലോ. തല വരെ ഉള്ള ഏറ്റവും കൂടുതൽ തലയ്ക്കാണ് ഭാരം എന്നാണ് പറയുന്നത്. അത് ഏതായാലും കൊണ്ട് നിൽക്കുന്നത് പാദമാണ്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പാദത്തിനല്ലേ ഈ ഭാരം മുഴുവൻ ചുമക്കേണ്ടി വരുന്നത്. സത്യമല്ലേ? ഭാരം മുഴുവൻ ചുമക്കേണ്ടി വരുന്ന പാദം ഒരിക്കലും അത് പറയുന്നില്ലല്ലോ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ശിബികയുടെ മേലിരിക്കുന്ന അങ്ങയുടെ രൂപവും ഈ പൃഥ്വിവികാരവും ഭാരമില്ലെന്ന് ന്യായം ഉറപ്പിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങേ വഹിക്കുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് ഭാരമുണ്ടെന്ന് തോന്നുന്നില്ല. എൻ്റെ സൗകര്യത്തിനാണ് ഞാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. 9 ഏവം നിരുക്തം ക്ഷിതി ശബ്ദവൃത്തം. മറ്റേത് ഒന്നുകൂടെ വേണോ? യഥാക്ഷിതാവേവ ചരാസരസ്യ വിധാമനിഷ്ഠാം പ്രഭവം ന ചിന്യം നിത്യം തന്നാമതോന്യത് വ്യവഹാരമൂലം നിരൂപ്യതാം സത്ക്രിയയാ അനുമേയം. ഒന്നുമില്ലത്. കാലടികളുടെ മീതെയുള്ള ഓരോ അവയവങ്ങളും ഓരോ സ്ഥലങ്ങളും ഈ പാദങ്ങൾ ഒരിക്കലും ഭാരമാണെന്ന് പറയാറില്ലല്ലോ. അവയവങ്ങൾ ഭാരമാണെന്ന് പറയാറുണ്ടോ? അതുപോലെ ഈ ചുമലിന് മേലെ ഇരിക്കുന്ന ഈ പല്ലക്കിൻ്റെ രൂപത്തിലിരിക്കുന്ന ആ പൃഥ്വി വികാരവും ഭാരവുമല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. വഹിക്കുന്നതിൽ ഒരാളായി എനിക്ക് തോന്നുന്നില്ല. അപ്പം അത് ചലിക്കുന്നതും ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള സകലതും ഉണ്ടാകുന്നതും ലയിക്കുന്നതും ഭൂമിയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുപോലെ ഭൂമിയിൽ നിന്ന് ഓരോ വികാരങ്ങൾക്ക് ഓരോ രൂപങ്ങളും ഓരോ പേരുകളെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാമരൂപങ്ങളല്ലാതെ സത്യമായി കാണുന്ന മറ്റൊരു പദാർത്ഥമോ ഒരു കർമ്മമോ കാണുന്നുണ്ടോ എന്ന് നിരൂപിച്ച് നോക്കുക.
ഈ രൂപങ്ങൾ മാത്രമല്ലേ മനസ്സിലാക്കുന്നുള്ളൂ ഇന്നതാണെന്ന്. നാമരൂപങ്ങളില്ലെങ്കിൽ ഇതൊക്കെ എന്താ? ഒന്നുമല്ല. അപ്പോൾ ഘടം ശരാവം എന്ന രൂപവും നാമവും കൽപ്പിതമല്ലയോ? മണ്ണ് മാത്രമാണ് സത്യം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സാധനങ്ങളേ ഉള്ളൂ. ഘടം എന്ന് പറഞ്ഞാൽ കുടം. ആ കുടം എങ്ങനെയാണ്, എന്താണ് കുടം എന്ന് പറയുന്നത് കൊണ്ട് അതിനൊരു നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു കുടം എന്ന് പറഞ്ഞ ആകൃതി വന്നു. സത്യത്തിൽ അതെന്താണ്? കുടം എന്ന് പറഞ്ഞാൽ കുടം അല്ലല്ലോ. അത് കുടം എന്ന് പറഞ്ഞാൽ കുടം ഒരു പദാർത്ഥം കൊണ്ട് ഉണ്ടാക്കി അതിൻ്റെ രൂപം കൊടുത്തിരിക്കുന്നതെന്നല്ലേ ഉള്ളൂ. സത്യമല്ലേ? നമ്മളൊരു നിലവിളക്കെന്ന് നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ എന്താ ഒരു രൂപം നമുക്കുണ്ട്. പക്ഷേ ഓട്ടുപാത്രമാണ് അത്, ഓടാണത് എന്ന് പറഞ്ഞാൽ ഓട് കൊണ്ട് നിർമ്മിച്ച, അല്ലെ പിച്ചളയുടെ എന്തെങ്കിലും ഇഡലി പാത്രം, അലൂമിനിയം ഇഡലി പാത്രം, അത് പറയും നമ്മൾ ഇഡലി പാത്രം വന്നപ്പോൾ ഒരു രൂപം വന്നു നമ്മുടെ മനസ്സിൽ. ഇഡലി പാത്രം എന്താണ്? അലൂമിനിയം ആണെങ്കിൽ അത് അലൂമിനിയം എന്ന ലോഹമല്ലേ? അതിൻ്റെ അത് ആ രൂപത്തിലിരിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഇഡലി കുട്ടകമെന്നോ അല്ലെങ്കിൽ ഇഡലി പാത്രമെന്നോ പറയുന്നു. അല്ല, അത് തന്നെ കലവായാലോ? അത് കലവാണെന്ന് പറയുന്നു. ചട്ടിയായാലും ചീനച്ചട്ടി പോലെ നമ്മൾ പറയില്ലേ, അലുമിനിയം ചീനച്ചട്ടിക്കകത്ത് ഉണ്ടാക്കി, ആ വാക്ക് തന്നെ തെറ്റാ. ചീനച്ചട്ടി എന്ന് പറഞ്ഞാൽ ചീനയിൽ നിന്ന് കൊണ്ടുവന്ന നല്ല കല്ല് കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ ചട്ടി പോലത്തെ സാധനങ്ങളുണ്ടായിരുന്നു. ഇരുമ്പ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതിനാണ് ചീനച്ചട്ടി എന്ന് പറയുന്നത്. ചീന ഭരണി എന്നൊക്കെ പറയുന്നതല്ലേ. അതിപ്പം നമ്മൾ ആ ആകൃതിയിലുള്ള ഏത് സാധനത്തിലും നമ്മൾ ചീനച്ചട്ടി എന്നിട്ട് എടുത്ത് പറയുന്നത് അലൂമിനിയം ചീനച്ചട്ടി എന്ന്. അത് ശരിക്കും പറഞ്ഞാൽ അത് ആ വാക്കേ തെറ്റാ, പ്രയോഗമേ തെറ്റാ. പക്ഷേ എന്നാലും നമ്മൾ പറയും അല്ലേ, അലൂമിനിയത്തിൻ്റെ ആണെങ്കിൽ കലമാണെങ്കിൽ കലമെന്ന് പറയും, പുട്ടുകുടമാണെങ്കിൽ പുട്ടുകുടമെന്ന് പറയും, ഇഡലി കുട്ടമാണെങ്കിൽ ഇഡലി കുട്ടം. സത്യത്തിൽ ആ സാധനം എന്താ? അലൂമിനിയമാണ്. അപ്പോൾ അലൂമിനിയം എന്നാണോ പറയുന്നത്? അതിന് രൂപം കൊടുത്തപ്പോൾ പേര് വന്നത് അതുപോലെയുള്ളെന്ന്. ഈ കണ്ട ഞാനും നിങ്ങളുമൊക്കെ ഒരേ സാധനങ്ങൾ ഉണ്ടാക്കിയതാണ്. ഒരാളിൻ്റെ പേര് രമേന്നായി, ഒരാളിൻ്റെ പേര് ശ്രീജയെന്നായി, ഒരാളിൻ്റെ പേര് ലതയെന്നായി. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാളിൻ്റെ പേര് ഗീതയെന്നായി. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പല പല പേരുകൾ ഇട്ടെന്നേ ഉള്ളൂ. സാധനമൊക്കെ ഒന്നല്ലേ? അപ്പോൾ അതിനകത്ത് വ്യത്യാസമുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മുടെ ചിന്താ രീതി. അത് വ്യത്യാസമുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ? അത് മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളത്. പക്ഷേ ഈ ശരീരം എന്ന് പറഞ്ഞാൽ വസ്തു ഒന്നാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് വിവേകപൂർവ്വം ചിന്തിക്കുന്നവർക്ക് ഈ രഘുഗണനും രാജാവാണ്, ഈ ബ്രാഹ്മണന് ആത്മജ്ഞാനിയുമാണ്. അവർ തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഒന്നാണ്. ഒമ്പതാമത്തെ ഏവം നിരുക്തം ക്ഷിതി ശബ്ദവൃത്തം അസന്നിധാനാത് പരമാണവോയേ അവിദ്യയാ മനസാ കൽപ്പിതാസ്തേയേഷാം സമൂഹേന കൃതോ വിശേഷഃ. ഏവം നിരുക്തം ക്ഷിതി ശബ്ദവൃത്തം അസന്നിധാനാത് പരമാണവോയേ അവിദ്യയാ മനസാ കൽപ്പിതാസ്തേയേഷാം സമൂഹേന കൃതോ വിശേഷഃ. ക്ഷിതിശബ്ദവൃത്തം, അതായത് ക്ഷിതി എന്ന ശബ്ദത്തിൻ്റെ ആശ്രയമായിരിക്കുന്ന വസ്തു, ക്ഷിതി ഭൂമി, അസന്നിധാനാത് അസത്തുക്കളിൽ ലയിക്കുന്നത് കൊണ്ട് ഏവം നിരുക്തം ഇപ്രകാരം പറഞ്ഞിരിക്കുന്ന വളരെ പരമാണുക്കളുണ്ട്. യാതൊരു ചെറിയ അണോരണീയം എന്ന് പറയും, കുഞ്ഞു കുഞ്ഞ് അതിൻ്റെ അടുത്ത തന്മാത്രയിലോട്ട് പോവുക നമ്മൾ. അപ്പോൾ അങ്ങനെ പരമാണുക്കളുണ്ടോ അവ അവിദ്യ കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. മനസ്സുകൊണ്ട് കൽപ്പിക്കപ്പെട്ടവയാണ്. മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ച് കൂട്ടിയതാണത്. അതുകൊണ്ട് യാതൊന്നിൻ്റെയോ സമൂഹത്താൽ വിശേഷം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് ചരാചരം എന്ന് പറയുന്ന പക്ഷം ഈ ഭൂമി ഒരു വസ്തു സത്യമാണല്ലോ എന്ന് ശങ്കിക്കേണ്ട. ഭൂമിയുടെ രൂപവും നാമധേയവും അതിൻ്റെ തന്നെ കാരണങ്ങളായ പരമാണുക്കളിൽ ലയിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം എന്തൊക്കെയാണ്? മണ്ണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ ഭൂമി. പാറക്കെട്ട് ഉണ്ട്, മറ്റ് മണ്ണുണ്ട്, ഇട്ടുകല്ലുണ്ട്, അങ്ങനെ പലതും കൊണ്ട് പല രീതിയിൽ ആണ് ഭൂമി എന്ന് പറഞ്ഞ ഒന്ന് ഇരിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയെ നാമധേയവും രൂപവും പരമാണുക്കളുടെ വികാരമാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ അവങ്ങളെ പരമാണുക്കൾ നശിക്കാത്തത് കൊണ്ട് അവ സത്യമാണെന്ന് വിചാരിക്കാമോ എന്ന് ശങ്കിക്കേണ്ട. അവിദ്യാസ്വരൂപമായ ഈ പ്രകൃതിയിൽ കൽപ്പിക്കപ്പെട്ടവയാകയാൽ അവിദ്യാസ്വരൂപത്തിൽ കൽപ്പിക്കപ്പെട്ടത് അവ പ്രകൃതിയിൽ ലയിക്കുന്നു. പ്രകൃതിയിലോട്ട് അത് പ്രകൃതിയായിട്ട് മാറിത്തീരുന്നു. അതിൻ്റെ കൂട്ടത്തെ പൃഥ്വി എന്ന് വിശേഷ രൂപത്തിൽ അവലംബിച്ചിരിക്കുന്നു. അപ്പോൾ പൃഥ്വി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗമാണോ? അല്ല, മൊത്തം നമ്മൾ ഭൂമി എന്ന് പറയും. അതിനകത്ത് കല്ലുണ്ട്, മണ്ണുണ്ട്, പല രീതിയിലുള്ള മണ്ണുകൾ തന്നെയുണ്ട് അല്ലേ? അത്
പലതരത്തിലാണ്. പക്ഷേ അതിനെ മൊത്തം നമ്മൾ എന്താ പറയും? ഭൂമി എന്ന് പറയും. അതുപോലെ ഓരോന്നിനും പേര് കൊടുക്കുമ്പം അതിനകത്തുനിന്ന് തന്നെ കണ്ടോ തന്മാത്ര മാറ്റുക, ഓരോ അണുക്കളുമായിട്ട് മാറ്റിക്കഴിഞ്ഞ് അത് മൈക്രോസ്കോപ്പിൽ നോക്കി കഴിയുമ്പോൾ അതിനകത്ത് പല പല കാര്യങ്ങൾ കാണാം. വേറെ അതിനകത്ത് ലവണങ്ങളുണ്ട്, പിന്നെ ഒരുപാട് നമ്മൾ മിനറൽസ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലേ ഇതിനകത്ത് പല പല കാര്യങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സയൻസ്. ഭൂമിയിലെ ഓരോന്ന് എടുത്ത് തന്മാത്രകൾ എടുത്ത് പരിശോധിച്ചാൽ പല പല ഇതായിട്ട് കിട്ടുമെന്ന്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് വലിയ സ്ഥൂലമായിട്ട് കാണുന്ന ഒരു നോട്ടിലെ കുന്നു പ്രദേശം. അവിടെ ചിലടത്ത് മഞ്ഞ കളറിലുള്ള വെട്ടുകല്ല്, ചിലടത്ത് നല്ല കടും ചുമപ്പുള്ള വെട്ടുകല്ല്, ചിലടത്ത് കറുത്ത പാറ, ചിലടത്ത് ഇച്ചിരി വെളുത്ത പാറ. രാജസ്ഥാനിലോട്ടൊക്കെ ചെന്നാൽ മാർബിളിൻ്റെ നിറം റോസ് കളറുള്ള മാർബിളുകളായിരിക്കും മുഴുവൻ. അത് മാർബിളെന്ന് നമ്മളിവിടെ പറയുന്നു. അതാ ഞാൻ പറഞ്ഞു, ഓരോ പേരിട്ടിരിക്കുന്നു, വിളിക്കുന്നതേ ഉള്ളൂ. കറുത്തത് ഗ്രാനൈറ്റ് പോലെ ഇരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ പലതരത്തിൽ കാണുന്നു. അതിനെയൊക്കെ നമ്മളെന്താ പറയുന്നത്? ഭൂമി മൊത്തത്തിൽ പറയുന്നത്. അത്രയേ ഉള്ളൂ. അത്രയൊക്കെ മനസ്സിലാക്കാം. ഞാൻ അത്രേ പറയുന്നുള്ളൂ കേട്ടോ അതിനെക്കുറിച്ച്. ഇനി 10 ഏവം കൃശം സ്ഥൂല മണുർ ബൃഹദ്യത് അസച്ച സജ്ജീവം അജീവമന്യത് സ്ഥൂല മണുർ ബൃഹദ് യത് ബൃഹദ്. അതെ, അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏവം കൃശം സ്ഥൂല മണുർ യത് അസച്ച സജ്ജീവം അജീവമന്യത്. അസത് ച കിട്ടും. അസത് വാക്ക് ബൃഹദ് യത് അസച്ച. ഏവം കൃശം സ്ഥൂല മണുർ ബൃഹദ്യത് അസച്ച ഹൃദ്യത് അസച്ച സജ്ജീവം അജീവം അന്യത് ദ്രവ്യ സ്വഭാവ ആശയ കാലകർമ്മ നാംനാ ജയാവേഹി കൃതം ദ്വിതീയം. ഇപ്രകാരം ഹ്രസ്വം കൃശം എന്ന് പറഞ്ഞാൽ തീരെ വണ്ണമില്ലാത്ത അതിൻ്റെ ഇതായിട്ടുള്ളതാണ് ഹ്രസ്വം. സ്ഥൂലം അണു, ചെറുതും ഹ്രസ്വമല്ലാത്തതും ചെറിയ അണു എന്ന് പറഞ്ഞാൽ തീരെ ചെറിയതാണ്. ബൃഹത് വലിയത്, അസത് കാരണമായിരിക്കുന്ന യാതൊന്നോ. വലുതും ചെറുതെന്നും വണ്ണം കുറഞ്ഞതെന്നും കൂടിയെന്നും ഒക്കെ പറയുന്നത് കാരണമായിരിക്കുന്ന യാതൊന്നോ. സത്ത് കാര്യമായത്, ജീവം ചേതനം, അജീവം ജീവനില്ലാത്തത്, അന്യത് മറ്റെല്ലാം. ദ്രവ്യ സ്വഭാവ ആശയ കാലകർമ്മ നാംന ദ്രവ്യം, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ രീതി, അത് ഏത് കാലത്തേതാണ്, അതുകൊണ്ട് ചെയ്യുന്ന കർമ്മം എന്താണ് എന്നൊക്കെയുള്ള പേരോടുകൂടിയ അജയ മായയാൽ ദ്വിതീയൻ രണ്ടെന്ന ഭാവം കൃതം ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് അവേഹി അറിഞ്ഞാലും. ഏവം കൃശം സ്ഥൂലമണുർ ബൃഹദ്യത് അസച്ച സജ്ജീവം അജീവം അന്യത് ദ്രവ്യസ്വഭാവ ആശയ കാലകർമ്മ നാംനാ അജയാവേഹി അജയവും അല്ല കേട്ടോ, അജയാവേഹി നാംന അജയാവേഹി മായയാൽ അജയാ ഓർത്ത് വെച്ചോണാതെ. നാംന അജയാവേഹി അജയ അവേഹി എന്നാണ് വാക്ക് വരുന്നത്. നാംന അജയ അവേഹി. അവിടെ ഒന്ന് മാർജിനിൽ ചെറുതായിട്ടൊന്ന് എഴുതി വെക്കുക. അജയ നാംന അജയ അവേഹി. അജയ അവേഹി. നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടുകയില്ല ആ വാക്ക് കേട്ടോ. കാരണം അത് അങ്ങനെ ഓർക്കും. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് 2 ബുക്ക് അടുത്ത് വെച്ചാണ് നോക്കുന്നത്. അജയ അവേഹി. അങ്ങനെ ഭൂമിയെ പോലെ തന്നെ കാണപ്പെടുന്ന സകലതും പ്രകൃതിയിലെ കാര്യമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഹ്രസ്വം, ദീർഘം, ചെറുത്, വലുത്, നീളമുള്ളത്, നീളമില്ലാത്തത്, വളരെ ചെറിയ രൂപത്തിലുള്ളത്, വലിയ രൂപത്തിലുള്ളത്, കാര്യദ്രവ്യം, കാര്യപദാർത്ഥം, ജീവനുള്ളത്, ജീവനില്ലാത്ത, ഇങ്ങനെ
പലതരം ഭേദത്തിൽ കാണപ്പെടുന്ന സകലതും ഭഗവാന്റെ മായയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ആ മായയെ ഭൂമി മുതലായ ദ്രവ്യങ്ങളെന്നും ഓരോരോ വസ്തുക്കളെ ആകൃതി ഭേദങ്ങൾക്ക് കാരണമായ സ്വഭാവമെന്നും അന്ധകരണമെന്നും സത്വം രജസ് തമസ് ആ 3 ഗുണങ്ങളെ ക്ഷോഭത്തിന് കാരണമായത് കാലമാണെന്നും അത് കാലം കൊണ്ടാണ് അങ്ങനെ ഓരോന്ന് വരുന്നത്, കുറേ കാലം കഴിയുമ്പോൾ അധർമ്മങ്ങൾ എന്ന് പറയപ്പെടുന്നത് കർമ്മമാണെന്നും നമ്മുടെ ലിംഗദേഹത്തോടുകൂടി ലിംഗദേഹത്തോടുകൂടി നമ്മുടെ ശരീരത്തിൻ്റെ പുരുഷനോ പ്രകൃതി സ്ത്രീയോ എന്നുള്ള രൂപത്തിലുള്ള ചേതനമെന്നും അചേതന ശരീരമെന്നും പല വിധത്തിലുള്ള നാമധേയങ്ങൾ കൊണ്ട് വ്യവഹാരത്തിൽ പറയുന്നു. നമ്മളിങ്ങനെ പറയുന്നു, അത്രയേ ഉള്ളൂ. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകമനന്തരം ബഹിർബ്രഹ്മസത്യം പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദസജ്ഞം യത് വാസുദേവം കവയോ വദന്തി. അതൊക്കെ അത് വലിയ നമുക്ക് പറഞ്ഞു പോകാവുന്നേ ഉള്ളൂ. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം ബഹിർബ്രഹ്മ സത്യം. ജ്ഞാനം എന്ന് വെച്ചാൽ ശുദ്ധമായത്, വിഷയ സംബന്ധങ്ങളൊന്നുമില്ലാത്തത്, സത്യമായത്, പരമാർത്ഥമായത്, 3 കാലത്തിലും സത്യമായതിനെയാണ് പരമാർത്ഥം എന്ന് പറയുന്നത്. പരമമായ അർത്ഥം എപ്പോഴാണ്? ഈ ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരേപോലെ ഏകം ഒരേ വസ്തുവായും പിന്നീട് അന്തർഭാഗത്തോട് കൂടാത്ത വേറെ ഒന്നുമില്ല. ആ ബഹിർഭാഗത്തോട് കൂടാത്തതും അന്തർബഹി അങ്ങനെയാണോ അല്ലേ? എവിടെയാണല്ലോ അബഹിർ എന്നാണ്. അബഹി ആ വാക്ക് അങ്ങനെയാണേ. അബഹി ത്വബഹിർ ബ്രഹ്മ സത്യം അനന്തരം ത്വബഹിർ ബ്രഹ്മ സത്യം. ബ്രഹ്മ എങ്ങും നിറഞ്ഞത്, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്, പ്രത്യേക സ്വരൂപത്തിൻ്റെ ശാന്തമായ ശാന്തി സ്വരൂപമായ ജ്ഞാനം, ആ അറിവ് സത്യം, വളരെ സത്യമാകുന്നു, പരമാർത്ഥമാകുന്നു. യാതൊന്നിനെ കവയ അറിഞ്ഞവർ, അത് മനസ്സിലാക്കിയ, കവയഹ അറിഞ്ഞവർ എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. കവയ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയവർ, അതിനെക്കുറിച്ച് അറിവുള്ളവർ. വാസുദേവം സർവാധാരമെന്നും ഭഗവൻ ശബ്ദസജ്ഞം ഭഗവാൻ എന്ന ശബ്ദത്താൽ പറയത്തക്കതെന്നും വദന്തി പറയുന്നു. എല്ലാത്തിനെയും അറിഞ്ഞിരിക്കുന്ന ആൾ ഭഗവാനാണ്. എല്ലാത്തിലും എല്ലായ്പ്പോഴും സദാ നിലനിൽക്കുന്നത് ഭഗവാനാണ്. മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് ഭഗവാനാണ്. സത്വാദി ഗുണങ്ങളും ഒന്നുമില്ലാത്തവനും ഒരു ഗുണവുമില്ലാത്തവനും ആണ് ഭഗവാൻ. അതാണ് പറഞ്ഞത് മതി, ഇത്രയേ ഉള്ളൂ. അത് വായിക്കുന്നു ശരിക്കൊന്ന് വായിച്ചാൽ മതി കേട്ടോ. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം ത്വാബഹിർ ബ്രഹ്മ സത്യം. അബഹിർ എന്ന് വായിച്ചോണം. ത്വാബഹിർ ആന്നെഴുതിയ ത്വായുടെ അവിടെ ഒരു ആ ഇട്ടാൽ മതി. അപ്പോൾ ത്വാ കഴിഞ്ഞിട്ട് ത്വാബഹിർ എന്ന് വായിക്കും. ത്വാബഹിർ ബ്രഹ്മസത്യം പ്രത്യേക് പ്രശാന്തം ഭഗവത് ശബ്ദസജ്ഞം യത് വാസുദേവം എന്നുള്ളത് യത് വാസുദേവം കവയോ വദന്തി. 12 രഘു ഗണൈസ്തപസാനയാതി ന ചേജ്യയാ നിർവപണാത് ഗൃഹാദ്വാ ഛന്ദസ നൈവ ജലാഗ്നിസൂര്യേർവിന മഹത്പാദരജോഭിഷേകം. പാത കഴിഞ്ഞ് കോമായിട്ടോണം, ഇത്രയേ ഉള്ളൂ. അല്ലയോ രഘുഗണ, ഏതേത് തപസ ചിത്തത്തിൻ്റെ ഏകാഗ്രത കൊണ്ട്, ജയ വൈദിക കർമാനുഷ്ഠാനം കൊണ്ടോ, നിർവപണാത് അന്നാദിദാനം കൊണ്ടോ, നിർവപണം അന്നദാനത്തിനെക്കുറിച്ച് പറയുന്ന, ഗൃഹാദ്വാ ഗൃഹധർമ്മം കൊണ്ടോ, ഛന്ദസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് അത് ഒറ്റ ഇതിൽ പറഞ്ഞാലും പഠിക്കൽ കൊണ്ട്, അധ്യയനം ചെയ്യുന്നത് കൊണ്ട്, അതുപോലെ ജലം അഗ്നിസൂര്യൻ ഇവരുടെ ഉപാസന കൊണ്ടോ പുരുഷ നായാതി ആ പുരുഷൻ പ്രാപിക്കുന്നില്ല, ഭഗവാൻ പ്രാപിക്കുന്നില്ല. മഹത് പാദരജോഭിഷേകം വിന മഹാന്മാരുടെ പാദരേണുക്കളെ കൊണ്ട് അഭിഷേകം ചെയ്യാതെ യാതി പ്രാപിക്കുകയില്ല. ഭഗവാന് ഭക്തന്മാരെയാണ് ഇഷ്ടം, ബാക്കി ഒന്നുകൊണ്ടും ഭഗവാൻ സന്തോഷിക്കുകയില്ല എന്നാണ് ഇത്രയും പറഞ്ഞത്. പരമപുരുഷാർത്ഥ സ്വരൂപജ്ഞാനം എങ്ങനെ ലഭിക്കണമെന്ന്, അതെങ്ങനെ ലഭിക്കണമെന്നും കൂടെ പറയണമല്ലോ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം
മഹാന്മാരുടെ പാദസേവ കൊണ്ട്, അറിവ് ഉള്ളവരുടെ പാദസേവ കൊണ്ട് നമുക്കത് സ്വായത്തമാക്കാം. ഇവിടെ ഒറ്റ വാക്കിൽ നമുക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഇതൊക്കെ അറിയുന്നവരും ഇതൊക്കെ പറയുന്നവരുടെയും കൂടെ ഇണങ്ങി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോകാമെന്ന്. അല്ലാതെ ഉള്ളതെല്ലാം കർമ്മത്തിലോട്ട് ബന്ധപ്പെട്ടിരിക്കും. അല്ലാത്തവരുമായിട്ട് സത്സംഗം നമ്മൾ ഒറ്റ ഇതിൽ പറയാം. ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പറയുന്നതാണ് കേട്ടോ സത്സംഗം. നമ്മൾ പറയുന്ന പോലെ 100 കാര്യങ്ങളുടെ ഇടയ്ക്ക് ഇത് നടത്തുന്നവർ ഇത് സത്സംഗം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിലോട്ട് എത്തണമെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ബാഹ്യമായിട്ട് ഉള്ള ഒരു വിദ്യ വേണം. അതിനാണ് ഇത് അധ്യാത്മവിദ്യ ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ അത് കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് അത് ഈ പറയുന്നത് മനസ്സിലാകും. ഒന്നുമില്ലെങ്കിൽ കേട്ടാൽ മനസ്സിലാകും. ബുദ്ധിയിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. രഘുഗണൈസ്തത്തപസ ന യാതി ന ചേജ്യയാ നിർവപണാത് ഗൃഹാദ്വാ ന ഛന്ദസ ന ഇവ ജലാഗ്നിസൂര്യൈർവിന മഹത്പാദ രജോഭിഷേകം. പാദരജസ് എന്ന് പറഞ്ഞാൽ പാദധൂളി, പൊടി. രജസ് പൊടി. 13 യത്രോത്തമ ശ്ലോക ഗുണാനുവാദ പ്രസ്തൂയതേ ഗ്രാമ്യകഥാവിഘാതഃ നിഷേവ്യമാണോനുദിനം മുമുക്ഷോർ മതിം സതീം. മതിം എന്നുള്ളത് വെറുതെ മതിം, സതീം എന്നുള്ളത് സതീം യച്ഛതി വാസുദേവ. അവരിൽ ഗ്രാമ്യകഥാവിഘാതഃ ഗ്രാമ്യകഥകളെ തടസ്സപ്പെടുത്തുന്നതായ ഉത്തമ ശ്ലോക ഗുണാനുവാദം, ഉത്തമ ശ്ലോകൻ്റെ ഗുണങ്ങളുടെ അനുവാദം പ്രസ്താവിക്കപ്പെടുന്നു. അനുദിനം, ഓരോ ദിവസം തോറും. നിഷേവ്യമാണ്, വളരെ ശ്രദ്ധയോടുകൂടി സേവിക്കപ്പെടുന്നതായിട്ട്. മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷം ആഗ്രഹിക്കുന്നയാൾ. വാസുദേവനിൽ സതീം എന്ന് പറഞ്ഞാൽ പരിശുദ്ധം ആയ, മതിം ബുദ്ധിയെ കൊടുക്കും. അതിന് ഭഗവാൻ കൊടുക്കും. അങ്ങനെ മഹാന്മാരുടെ പാദസേവ കൊണ്ട് ജ്ഞാനം എങ്ങനെയുണ്ടാകുമെന്നതിനെ വിശദമാക്കുന്നു. എങ്ങനെയാണെന്ന് മഹാന്മാരുടെ പാദസേവ കൊണ്ട് അജ്ഞാനരൂപമായ അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥനായിരിക്കുന്ന ഭഗവാന്റെ മംഗളഗുണങ്ങൾ ജനങ്ങൾ ഗാനം ചെയ്യും. അതായത് അറിയാവുന്നൊരു ഗാനം ചെയ്യും, പഠിക്കും. അത് ശ്രദ്ധയോടുകൂടി ആ കഥകൾ കേൾക്കുന്നതിനാൽ ആ ഇന്ദ്രിയങ്ങൾക്ക് പ്രീതി സമ്പാദിക്കുവാൻ ഉപകരിക്കുന്ന ആ തുച്ഛ വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ പ്രസ്താവിക്കുന്നതേയില്ല. അതിന് ഇടയാകുന്നില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സുഖമുണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേട്ടിരിക്കുക. അതുകൊണ്ട് മനസ്സിലും ചിന്തയിലില്ലാതെ വരുന്നുള്ളൂ. അങ്ങനെ ആ അന്ധകരണം വളരെ പരിശുദ്ധമാകുമ്പോൾ, നിർമ്മലമാകുമ്പോൾ ചിത്തത്തിന് അധിഷ്ഠാനമൂർത്തിയായ ഭഗവാനിൽ പരിശുദ്ധമായ ഭക്തി ഉണ്ടാകും. ഇപ്പോൾ അവിടെ അവസാനം പറഞ്ഞു വന്നത് എന്താ? ഭക്തി ഉണ്ടാകും. എങ്ങനെയാണ് ഭക്തി ഉണ്ടാകേണ്ടതെന്ന് ഇനി അടുത്ത് പറയും. അപ്പോൾ ഭക്തി ഉണ്ടായാൽ മുക്തിയും ലഭിക്കും. അപ്പോൾ ഇത് പറഞ്ഞതൊക്കെ ഒന്നല്ലേ, കുറേ നേരമായിട്ട് നമ്മൾ 2 ദിവസമായിട്ട് പറയുക ഈ മുക്തി ഉണ്ടാകാനുള്ള മാർഗം, ഭക്തി കിട്ടണം, ജ്ഞാനം ഉണ്ടാകാനുള്ള മാർഗവും പറയുന്നുണ്ട്. ഏറ്റവും ആദ്യം വേണ്ടത് ഭക്തിയാണ്. ആ ഭക്തി ഉണ്ടാകാൻ സത്സംഗം വേണം. സത്തുക്കളായിട്ടുള്ള ആൾക്കാരോട് കൂടി ഇരുന്ന് സംസാരിക്കണം. അപ്പോൾ അവരിതൊക്കെ ആയിരിക്കും പറയുന്നത്. അഹം പുരാ ഭരതോ നാമരാജ. അപ്പം അതിന് ഉദാഹരണം പറയാം. ഞാൻ എങ്ങനെയായിരുന്നു? അഹം പുരാ ഭരതോ നാമരാജ വിമുക്ത ദൃഷ്ടശ്രുത സംഘബന്ധ ആരാധനം ഭഗവത ഈഹമാനോ മൃഗോഭവം മൃഗസംഗാത് ഹതാർത്ഥ. ഞാൻ പൂർവജന്മത്തിൽ ഭരതൻ എന്ന നാമമുള്ള രാജാവായിരുന്നു. വിമുക്ത ദൃഷ്ടശ്രുത സംഘബന്ധ, മോചിക്കപ്പെട്ട ഇരിക്കുന്ന ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള ബന്ധത്തോടു കൂടിയവനും ഭഗവാന്റെ ആരാധനത്തെ ചെയ്യുന്നവനുമായിരുന്നു. മൃഗസംഘം കൊണ്ട് മൃഗത്തോടുള്ള സംഘം കൊണ്ട് ചേർച്ച കൊണ്ട് ഹതാർത്ഥ, ആ പുരുഷാർത്ഥത്തിൽ നിന്ന് പതിച്ചവനായിട്ട്. ഹതാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ പുരുഷാർത്ഥം എന്നുള്ള എല്ലാം എടുക്കണം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ നിന്ന് താഴെ അധപ്പതിച്ചവനായിട്ട് എന്തു ചെയ്തു? മൃഗമായി ഭവിച്ചു. അത്രയേ ഉള്ളൂ. സാമാം സ്മൃതിർ മൃഗദേഹേപി വീര കൃഷ്ണാർച്ചന പ്രഭവാനോ ജഹാതി യഥോ അഹം ജനസംഗാദിസംഗോ വിശങ്കമാനോ വിവൃതശ്ചരാമി. സമാം സ്മൃതിർ മൃഗദേഹേപി വീര കൃഷ്ണാർച്ചന പ്രഭവാനോ ജഹാതി അഥോ അഹം ജനസംഗാദിസംഗോ
വിശങ്കമാനോ വിവൃതശ്ചരാമി. അവിവൃത മന അവിവൃത മന അവിവൃത ചരാമി. അത് കൃഷ്ണാർച്ചന പ്രഭവ ശ്രീകൃഷ്ണ പൂജയിൽ നിന്നുണ്ടായ ആ സ്മരണം. വീര, അല്ലയോ വീര, മൃഗദേഹേ മൃഗദേഹത്തിലും മാം നോ ജഹാതി, എന്നെ ഉപേക്ഷിച്ചില്ല. അത് ആ കൃഷ്ണപൂജയിൽ നിന്നുണ്ടായ ആ സ്മരണം, ആ പൂർവ്വജന്മസ്മൃതി എനിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് ആ മൃഗജന്മത്തിൽ ഞാൻ അത് ഭഗവാനെ മനസ്സിലോർത്തു. അതുകൊണ്ട് അഹം, ഞാൻ ജനങ്ങളുടെ സംസർഗത്തിൽ നിന്ന് വിശങ്കമാന, വളരെ പേടിച്ച് മാറി നിന്നു, ശങ്കിച്ചു നിന്നു. സംഘഹീനനും അവിവൃത, അസ്പഷ്ടനുമായിട്ട് സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ചു. സമാം സ്മൃതിർ മൃഗദേഹേപി വീര കൃഷ്ണാർച്ചന പ്രഭവാനോ ജഹാതി അധോ അഹം ജനസംഗാത് അസംഗ ഉണ്ടോ, സംഗാതി അസംഗ, സംഗാതി സംഗോ, ജനസംഗാതി അസംഗോ, സംഗാതി അസംഗോ അങ്ങനെയാണ് വേണ്ടെന്ന് തോന്നുന്നു. വിശങ്കമാനോ വിവൃതശ്ചരാമി, അങ്ങനെ അവിവൃത അസ്പഷ്ടമായിട്ട് ചരാമി സഞ്ചരിക്കുന്നു. അതങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. അത് ഉപേക്ഷിച്ചു നോക്കട്ടെ, ഒന്നുകൂടെ വല്ല വാക്കുകൾ അതിനകത്ത് വേറെ പറയാനുണ്ടോന്നില്ലല്ലേ. മാം നോ ജഹാതി വിശങ്കമാന മാം നോ ജഹാതി അടുത്തത് തസ്മാന്നരോ സംഗസുസംഗജാത ജ്ഞാനാസിനേഹൈവ വിവൃഗ്നമോഹ ഹരിം തദീഹാ കഥനശ്രുതിഭ്യാം ലബ്ധസ്മൃതിർയാത്യതിഭാരമധ്വന. തസ്മാത് നരോ സുസംഗജാത ജ്ഞാനാസിനേഹൈവ വിവൃഗ്നമോഹ ഹരിം തദീഹാ കഥനശ്രുതിഭ്യാം ലബ്ധസ്മൃതിർ യാത്യതിഭാരമധ്വന. തസ്മാത്, അത് കാരണമായിട്ട് മനുഷ്യൻ അസംഗസുസംഗജാത ജ്ഞാനാസിന, അസംഗന്മാരോട് ശരിയായ ചേർക്കപ്പെട്ടാൽ, അവരോട് കൂട്ടുകൂടിയാൽ ഉണ്ടായ അറിവാകുന്ന ഖഡ്ഗത്താൽ വിവൃഗ്നമോഹ ഛേദിക്കപ്പെട്ട അജ്ഞാനത്തെ ഛേദിക്കും. അപ്പോൾ ജ്ഞാനം ഉണ്ടാകും. ലബ്ധസ്മൃതി, ആത്മാവിൻ്റെ സ്മൃതി ലഭിച്ചവനുമായിട്ട് അധ്വന മാർഗത്തിൻ്റെ ലബ്ധസ്മൃതിർയാത്യതിഭാരം അധ്വന മാർഗത്തിൽ അതിഭാരം അങ്ങേക്ക് ഹരിയെ തദീഹാകഥനശ്രുതിഭ്യാം, ആ ഹരിയുടെ പ്രവൃത്തികളെ കീർത്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ട് യാതി പ്രാപിക്കുന്നു. തസ്മാന്നരോ സംഗസുസംഗജാത ജ്ഞാനാസിനേഹൈവ, ഏവയാണ് ജ്ഞാനാസിനേഹൈവ വിവൃഗ്നമോഹ ഹരിം തദീഹാകഥനശ്രുതിഭ്യാം ലബ്ധസ്മൃതിർയാത്യതിഭാരമധ്വന. അന്യസംഘം അധപ്പതന കാരണമാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കി വിഷയസംഘങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്ന മഹാത്മാക്കളോട് നിരന്തരം അവരുമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ലഭിക്കുന്ന സത്യമായ അറിവ് വാളുകൊണ്ട് ആത്മാഭാവമാകുന്ന ദേഹമാണ് ഞാനെന്നുള്ള ആ മോഹത്തെ ഈ ജന്മത്തിൽ തന്നെ നശിപ്പിക്കണം. അങ്ങനെ സംസാരമാകുന്ന ഈ ക്ലേശത്തിലെ അതിനെ ഹരിച്ച് അതിനെ ഇല്ലാതാക്കിയിട്ട്, സംസാരക്ലേശങ്ങളെ ഇല്ലാതാക്കിയിട്ട് ആ ആനന്ദത്തെ നൽകുന്ന ഭഗവാന്റെ അവതാരങ്ങളെപ്പറ്റി കേൾക്കുകയും അതിനെ കീർത്തിക്കുകയും ചെയ്യുന്നത് നിമിത്തം ദേഹ ഇന്ദ്രിയങ്ങൾ എന്നുള്ള ബുദ്ധി എന്ന സംബന്ധമില്ലാതെ ഒന്നിനോട് സംഘമില്ലാതെ ഇരിക്കുന്ന ആ പരമാത്മാവിൻ്റെ സ്മരണയുണ്ടാകും. പരമാത്മാവിന് ഒന്നിനോട് സംഘമില്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് ഒന്നിനോട് സംഘമില്ല. അങ്ങനെ നിമിത്തമാകും. ആ സ്മൃതിയോടുകൂടി ആ ആയുഷ്കാലം കഴിയുമ്പോൾ ദേഹാവസാന സമയത്ത്, നമ്മുടെ ഈ ശരീരം അവസാനിക്കുന്ന സമയത്ത് സമുദ്രത്തിൻ്റെ
അപ്പുറം നിൽക്കുന്ന ആ ഹരിയെ പ്രാപിക്കും, മഹാവിഷ്ണുവിനെ പ്രാപിക്കും. വിഷ്ണുപാദം പോകും. ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ ഉള്ള ആളുകൾ ആ ഭഗവാനിൽ തന്നെ എത്തിച്ചേരും. അത്രയേ ഉള്ളൂ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ ബ്രാഹ്മണ രഘുഗണ സംവാദേ ദ്വാദശോധ്യായ. ഹരി ഓം.